ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് ഇന്ന് 3966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4544 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മലപ്പുറത്ത് 612ഉം തൃശൂരിൽ 525ഉം എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, കോട്ടയം ജില്ലകളിൽ 300ന് മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. 63,885 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,21,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 2,171 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 645 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 266 പേരാണ്. 39 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1804 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.65%. 4.5 ലക്ഷത്തിലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43,082 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 93 ലക്ഷം പിന്നിട്ടു. 1,35,000-ത്തിലേറെ പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,14,00,000 കവിഞ്ഞു. ഇതിൽ 4,25,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. 14,40,000-ത്തിലേറെ പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സരരംഗത്തുള്ളത് 74,899 സ്ഥാനാർത്ഥികൾ. 38,593 പുരുഷന്മാരും 36,305 സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഒരാളുമാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലും കുറവ് സ്ഥാനാർത്ഥികൾ വയനാട് ജില്ലയിലുമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏക സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത്. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക മറ്റന്നാൾ മുതൽ തയ്യാറാക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. മറ്റ് ജില്ലകളിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും. ഡിസംബർ 8-ന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് നടക്കുന്നത്. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിവരെ കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്കും ക്വാറന്റൈനിലുള്ളവർക്കും തപാൽ വോട്ട് അനുവദിക്കും. ഇതിനുശേഷം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാധ്യമപ്രവർത്തകർക്കും തപാൽ വോട്ട് സൌകര്യം അനുവദിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സമ്മതിദാന അവകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘടന വ്യക്തമാക്കി. ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് നേരിട്ടെത്തി നീക്കം ചെയ്തു. പാലാരിവട്ടം സൌത്ത് ജനതാ റോഡിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നീക്കിയത്. ബന്ധപ്പെട്ടവരിൽ നിന്ന് പിഴ ഈടാക്കാനും നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി നിയമനം ലഭിച്ച പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവുകൾ ഇ ഡ്രോപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. സ്ഥാപന മേധാവികൾ ഇ ഡ്രോപ്പ് വെബ്സൈറ്റിൽ നിന്ന് നിയമന ഉത്തരവ് ഡൌൺലോഡ് ചെയ്ത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ്. പരിശീലന ക്ലാസുകൾ നവംബർ 30, ഡിസംബർ 1, 2, 3 തീയതികളിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കും. കണ്ണൂരിൽ തെരുവ് കച്ചവടക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ചെറുപുഴ ഇൻസ്പെക്ടർക്കെതിരെ നടപടി. വിനീഷ് കുമാറിനെ KAP 4ാം ബറ്റാലിയനിലേക്ക് തീവ്ര പരിശീലനത്തിന് അയച്ചു. അടുത്ത ഉത്തരവുണ്ടാകും വരെ പരിശീലനം തുടരും. കഴിഞ്ഞ ദിവസമാണ് ചെറുപുഴ ടൌണിന് സമീപത്ത് റോഡ് വക്കിൽ കച്ചവടം നടത്തിയിരുന്നവർക്ക് നേരെ ഇൻസ്പെക്ടർ അസഭ്യവർഷം നടത്തിയത്. അസഭ്യവർഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെയാണ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി എടുത്തത്. ശബരിമലയിൽ 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസീൽദാർക്കും ക്ഷേത്ര ജീവനക്കാരനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുമായി അടുത്ത് ഇടപഴകിയവരെ നിരീക്ഷണത്തിലാക്കി. ശബരിമലയിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അറിയിച്ചു. സന്നിധാനത്ത് നടന്ന ഉന്നതതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർ സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ നിശ്ചിത സമയം ഇടവിട്ട് അണുനശീകരണം നടത്തുന്നുണ്ട്. ശബരിമലയിൽ തുടർച്ചയായി സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ 14 ദിവസം കൂടുമ്പോൾ കോവിഡ് ടെസ്റ്റിന് വിധേയരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യകളുടെയും സുഗന്ധവിള ഇനങ്ങളുടെയും വ്യാപനത്തിനായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ധാരണാപത്രം ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സെന്റർ ഓഫ് എക്സലൻസ് ഇൻ പ്രിസിഷൻ ഫാമിംഗും 3 ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവച്ചത്. കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി എന്നീ സുഗന്ധവിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന സൂക്ഷ്മമൂലകങ്ങൾ ഇനി മുതൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ പ്രിസിഷൻ ഫാമിംഗ് ഉൽപ്പാദിപ്പിക്കാനാവും. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഈ സാങ്കേതികവിദ്യ കർണാടകയിലെ കർഷകർക്ക് ഉപകാരപ്രദമാകും വിധം പകർന്നു നൽകിയാണ് ഈ ധാരണാപത്രം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ലൈസൻസ് നേടിയെടുക്കുന്നതോടെ സൂക്ഷ്മമൂലകങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനുള്ള അധികാരം സ്ഥാപനത്തിന് ലഭിക്കുന്നു. ഓരോ വിളകൾക്കും അനുസൃതമായ സൂക്ഷ്മമൂലകങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ്. ഈ നീക്കം കർണാടകത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് കർഷകർക്ക് വലിയ തോതിൽ ഗുണപ്രദമാകുമെന്ന് കരുതുന്നു. കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി ഇന്ന് ചുമതലയേറ്റു. ഭരണസമിതിയുടെ പ്രസിഡന്റായി ഗോപി കോട്ടമുറിക്കലും വൈസ് പ്രസിഡന്റായി എം കെ കണ്ണനുമാണ് ചുമതലയേറ്റത്. കേരള ബാങ്ക് രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സമിതി അധികാരത്തിലെത്തിയത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗമായി എ കെ വിൽസൺ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോവിഡ് വാക്സിന്റെ നിർമ്മാണ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നേരിട്ട് വിലയിരുത്തും. അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്ക്, ഹൈദരാബാദിലെ ഭാരത് ബയോടെക്, പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71-ാം അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. വാഹനത്തിന് നോമിനിയെ തീരുമാനിക്കാൻ ഉടമയ്ക്ക് അനുമതി നൽകുന്ന നിയമ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഭേദഗതി ചെയ്യുന്നതിന് പൊതുജനങ്ങളിൽ നിന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടി. ആർസിയിൽ നോമിനിയുടെ വിവരം കൂടി ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിലാണ് അഭിപ്രായം തേടിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ സമയത്ത് നൽകാവുന്ന നോമിനേഷൻ സൌകര്യത്തിലൂടെ വാഹന ഉടമ മരണപ്പെടുകയാണെങ്കിൽ ഉടമസ്ഥാവകാശം നോമിനിക്ക് ലഭിക്കും. കണ്ണൂർ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിയേരി ഗ്രാമം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറാനൊരുങ്ങുന്നു. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ടൂറിസ്റ്റ് കേന്ദ്രമാകുന്നതോടെ വിദേശത്തു നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരും. മനോഹര കാഴ്ചകൾക്കൊപ്പം വൈവിധ്യമായ രുചിക്കൂട്ടുകളും ആസ്വദിക്കാനാകും. വിനോദസഞ്ചാര വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമൊപ്പം വിവിധ സഹകരണ സംഘങ്ങളും ടൂറിസം പദ്ധതികളിൽ പങ്കാളികളാകുന്നുണ്ട്. കുപ്പം പുഴ മാർഗമുള്ള യാത്ര സഞ്ചാരികൾക്ക് പുതിയ അനുഭവമായി മാറും. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കണ്ടൽക്കാടുകളും മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുക. കുറ്റിയേരിക്കൊപ്പം ഏഴോം, പട്ടുവം, പരിയാരം, ചപ്പാരപ്പടവ് പഞ്ചായത്തുകളും ടൂറിസം മാപ്പിൽ വാട്ടർ സ്പോർട്സ്, കയാക്കിംഗ്, സിപ്ലൈൻ, റിവർ ക്രോസിംഗ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര സംവിധാനങ്ങളും കുപ്പംപുഴയിൽ ഒരുക്കുന്നുണ്ട്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുപ്പംപുഴയിൽ 17,60 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 12 വിളക്ക് മഹോത്സവത്തിന് സമാപനമായി. ദീപാരാധനയ്ക്ക് മുൻപ് ആൽത്തറകളിലും കൽവിളക്കുകളിലും ഉൾപ്പെടെ പടനിലമാകെ ദീപങ്ങൾ തെളിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഭജനം പാർക്കൽ ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് 12 വിളക്ക് മഹോത്സവത്തിൽ നടന്നത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന MC കമറുദ്ദീൻ MLAയെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി M സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. KSEB ഉപഭോക്താക്കളിൽ നിന്നും ഇന്ധന സർചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അടുത്ത മാസം 9-ന് നടക്കും. 2020 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇന്ധന വിലയിലുണ്ടായ വർധനവ് മൂലമുണ്ടായ അധിക ബാധ്യത ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നതിനായി വൈദ്യുതി ബോർഡ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് തെളിവെടുപ്പ്. ഓസ്ട്രേലിയയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 66 റൺസിന്റെ പരാജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 375 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 308 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒരു ഘട്ടത്തിൽ വലിയ തകർച്ച നേരിട്ട ഇന്ത്യയെ ഹാർദിക് പാണ്ഡ്യയും ശിഖർ ധവാനും ചേർന്നാണ് പിടിച്ചുയർത്തിയത്. ഇരുവരും ചേർന്ന് 128 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എങ്കിലും ഇന്ത്യയ്ക്ക് വിജയത്തിലെത്താനായില്ല. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ATK മോഹൻ ബഗാനെ നേരിടുന്നു. കളി ആരംഭിച്ച് 77 മിനിറ്റ് പിന്നിടുമ്പോൾ 1-0 മുന്നിലാണ് മോഹൻ ബഗാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് LDF കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടറിയുമായ A വിജയരാഘവൻ. വികസനത്തിനുള്ള വോട്ടായിരിക്കും മുതൽക്കൂട്ടാവുക. കേരള കോൺഗ്രസ് M മുന്നണി വിട്ടതോടെ UDF ദുർബലമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.